നിർത്തുകയാണ് ഇവിടുത്തെ ചില ആളുകൾ. ഇത് ചെയ്യേണ്ട സമരത്ത് സമരം ചെയ്യാതെ അന്ന് മാളത്തിലടിച്ചവർ, അത് ഭീരുക്കളായി തല താഴ്ത്തി തലപൂട്ടി നിന്നവർ ഇപ്പോൾ സമരരംഗത്തിറങ്ങി സന്തോഷമുണ്ട്. പക്ഷേ അത് STP ഒക്കെ മാറ്റി നിർത്തി നിങ്ങൾ ഇവിടെ ഒരു മാഹോല് സൃഷ്ടിക്കാമെങ്കിൽ അതിവിടെ അതുകൊണ്ട് മാത്രം വിജയിക്കില്ല എന്ന് നിങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ സമരരംഗത്ത് പ്രക്ഷുബ്ധമായി ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടി, വിശിഷ്യ മുസ്ലിം സമുദായത്തിന് വേണ്ടി ധീരതയോടുകൂടി ഭയമില്ലാതെ അവകാശബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരരംഗത്തിറങ്ങി തെരുവുകളെ സജീവമാക്കാൻ STP കൂടാതെ ഈ രാജ്യത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ മറ്റൊരു സാധ്യമല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന് അത്തരക്കാരെ ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായ രീതിയല്ല എന്നും കൂടി അവർ തിരിച്ചറിയണം. ഇവിടെ വേണ്ടത് സംഘടനയുടെ കൊടിയുടെ നിറം നോക്കിയോ, സംഘടനയുടെ കൊടികെട്ടിയ വടിയുടെ നിറം നോക്കിയോ അല്ല ആളുകളെ ഒന്നിച്ചു നിർത്താനുള്ള മാനദണ്ഡമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്കറിയാമല്ലോ, രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ ആദ്യമായത് പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച് ആ ബില്ല് വലിച്ചു കീറി കത്തിച്ചു കളഞ്ഞ് ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരസജ്ജമാക്കിയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന SDPI. അതുപോലെ തന്നെ ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്ന ഒന്നാം നാൾ തൊട്ട് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിശദമായ ചർച്ചയ്ക്ക് വിട്ടപ്പോ ആ സമയം മുതൽ ഇത് ലോകത്തോട് പറഞ്ഞ്, രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ് രാജ്യത്തിന്റെ ഈ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ പൊതുസമൂഹത്തെ ഒന്നിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഭരണഘടന അവകാശം നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ പാർട്ടിയാണ് SDPI. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തി ഞങ്ങൾ മാത്രമുള്ള ഒരു സംഗതിയാക്കിക്കൊണ്ട് ഞങ്ങൾ മുമ്പേ ആഗ്രഹിച്ചിട്ടില്ല. SDPയുടെ നേതൃത്വത്തിൽ വഖഫ് സംരക്ഷണ സമിതികൾ ഉണ്ടാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിൽ 100-ലധികം മണ്ഡലങ്ങളിലും ഞങ്ങൾ വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനങ്ങൾ സംസാരിക്കാനും പ്രസംഗിക്കാനും അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി മുഴുവൻ ജനവിഭാഗങ്ങളെയും, മുഴുവൻ രാഷ്ട്രീയക്കാരെയും, മതസംഘടനകളെയും ഞങ്ങൾ വിളിച്ചിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തി. ഞങ്ങളുടെ രാഷ്ട്രീയ പേരെടുക്കാനുള്ള ഒരു കേവല രാഷ്ട്രീയ താല്പര്യമല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ അന്ന് ആ സമരപരിപാടികളിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയത്. പലയിടങ്ങളിലും സഹകരിച്ചു, ചിലരും സഹകരിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടുത്തെ മറ്റു മതസംഘടനകൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരോടുമായി സൂചിപ്പിക്കുകയാണ്, ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത്, ഈ രാജ്യത്തെ രക്ഷിക്കാൻ താല്പര്യമുള്ളവർ, ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടാകണമെന്നും അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്ത് സമത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യം അശാന്തിയുടെ ഒരു മേഖലയായി മാറാതിരിക്കാൻ താല്പര്യമുള്ളവർ, സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി, മനസമാധാനത്തോടുകൂടി അയൽവാസിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അയൽവാസിയുമായി സഹകരിച്ചുകൊണ്ട് പരസ്പര ധാരണയോടെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ താല്പര്യമുള്ളവർ ഒന്നിച്ചു നിൽക്കണമെന്നും ഒന്നായി പോരാടണമെന്നും എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തിപ്പോകണമെന്നും നിങ്ങൾ അതിനുവേണ്ടി എല്ലാ ആളുകളും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊള്ളുന്നു. ജയ് SDPI, ജയ് ഹിന്ദ്.